ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ആത്മാവുകളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതാണ് ജ്ഞാനം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 1831 ജനിച്ച് 1913 ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ ധന്യയായ മദർ ഏലീശ്വ ദൈവത്തിൽ നിന്നുള്ള ഈ ജ്ഞാനം സ്വീകരിച്ച് താനായിരിക്കുന്ന സമൂഹത്തിലേക്കും തലമുറകളിലേക്കും ഇത് പകർന്നു നൽകുന്നതിനു വേണ്ടി ധീരതയോടെ വിശ്വസ്തയോടെ കാലെടുത്ത് വെച്ച വ്യക്തിയാണ്. വിവേകവും വിശുദ്ധിയും വിജ്ഞാനവും ഒരുപോലെ ഒരുവനിൽ സമ്മേളിച്ചെങ്കിൽ മാത്രമേ അവൻ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അതിനാൽ തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ സമുദ്ധരിക്കുന്നതിനും അതുവഴി കുടുംബങ്ങളെയും സമൂഹത്തെയും സഭയെയും വളർത്തുന്നതിനും മദർ ഏലീശ്വ ചെയ്ത സംഭാവനകൾ വളരെയധികമാണ്. 1868 കേരളത്തിലെ ആദ്യത്തെ സന്യാസിനി സമൂഹമായ TOCD സഹോദരിമാർ വ്രതവാഗ്ദാനം ചെയ്യുന്നത്. ജൂലൈ 16 അവർ വ്രതവാഗ്ദാനം ചെയ്യുന്നതിന് നാളുകൾക്ക് മുൻപേ തന്നെ ജാനുവരി മാസം മുതലേ അവരുടെ ഭവനത്തിൽ പെൺകുട്ടികളെ താമസിച്ച് പഠിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാനായിട്ട് സാധിച്ചു. 1868 ജൂലൈ 20 വരാപ്പുഴ വികാരി അപ്പോസ്തലിക്കയായിരുന്ന ബെർണഡിൻ ബച്ചനലി പിതാവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനം കൂനമ്മാവിൽ ആരംഭിക്കുകയാണ് മദർ ഏലീശ്വ ചെയ്തത്. പെൺകുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, അവരെ കുടുംബ ഭരണത്തിലും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സ്വയമായി ചെറിയ കൈത്തൊഴിലുകൾ ചെയ്ത് കുടുംബത്തെ പരിപാലിക്കുന്നതിനുമൊക്കെ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പഠന പദ്ധതിയാണ് അവർ വിഭാവനം ചെയ്തിരുന്നത്. ഏലീശ്വ അമ്മ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ താനായിരുന്ന കുടുംബത്തിലായിരുന്നുകൊണ്ട് തൻ്റെ ചുറ്റുമുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പഠിപ്പിക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങളോടുകൂടി സ്വയം തൊഴിലുകൾ ചെറിയ തൊഴിലുകൾ ഒക്കെ ചെയ്യുന്നതിനും അവരെ പഠിപ്പിക്കുവാനൊക്കെ തുടങ്ങി. ഈ ഒരു സംരംഭമാണ് പിന്നീട് തൻ്റെ മേലധികാരിയുടെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് തൻ്റെ സഭയുടെ അപ്പോസ്തല പ്രവർത്തനമായിട്ട് ഏലീശ്വ സ്വീകരിക്കുന്നത്. കാലത്തിനും സമയത്തിനും പ്രതിസന്ധികൾക്കും ഒന്നും മറച്ചു വയ്ക്കാനാകാത്തതാണ് ദൈവം നമുക്ക് നൽകുന്ന ദൗത്യമെന്നും സത്യങ്ങളെന്നും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഏലീശ്വയെക്കുറിച്ചും അവളുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ അപ്പോസ്തലന്മാരെക്കുറിച്ച് ഗമാലിയേൽ സൂചിപ്പിക്കുന്ന വചനങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് ഗമാലിയേൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യരിൽ നിന്നാണെങ്കിൽ അത് അധികം താമസിയാതെ തന്നെ അത് ശിഥിലീകരിക്കപ്പെടും. എന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ തടഞ്ഞു നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്ന്. അതിനാൽ തന്നെ കാലം ഏലീശ്വയുടെ വിശുദ്ധിയെയും അവളുടെ വിവേകത്തെയും ഇന്ന് അൾത്താരയിലേക്ക് ഉയർത്തുന്ന വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഏലീശ്വ അയാൾ സ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏലീശ്വ തുടങ്ങി വെച്ച സ്ത്രീ വിദ്യാഭ്യാസം എന്ന ഈ വലിയ പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിൽ ഇന്ന് കേരളത്തിലാകമാനം ഉയർന്നു വന്നിരിക്കുന്ന പെൺപള്ളിക്കൂടങ്ങളും അതുപോലെ തന്നെ പെൺ ശക്തിയും ഒക്കെ ഏലീശ്വയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തുടക്കത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അറിവിലൂടെ വിജ്ഞാനത്തിലൂടെ സമൂഹത്തെ വളർത്തുവാനായിട്ടും വികസിപ്പിക്കുവാനായിട്ടും ഏലീശ്വയുടെ മധ്യസ്ഥത, അവളുടെ മാതൃക നമ്മെ സഹായിക്കട്ടെ.